ഇപ്പോൾ സാധാരണത്തതുപോലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷം നേരത്തെ മുതൽ ബഹുമാനപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതിലാവശ്യമായ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ അവസരം പറയാം. ഇന്നത്തെ സാധാരണത്തേതുപോലെ മന്ത്രിതല ഉപസമിതിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ആളുകളുടെയുമുള്ള യോഗം ചേർന്നിരിക്കും. സാധാരണ നമ്മളെ പറയുന്ന കണക്ക് പോലെ ഇന്ന് അവസാനം നിൽക്കുന്ന അവസാനത്തെ 6 മണി സമയത്തെ കണക്കനുസരിച്ച് 229 പൂർണ്ണ മൃതശരീരങ്ങളും 198 ബോഡി പാർട്ടുകളുമാണ് ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. 229 ബോഡി പാർട്ടും 229 പൂർണ്ണമായ മൃതശരീരങ്ങളും 198 ബോഡി പാർട്ടും ഉൾപ്പെടെ 427. ഇന്ന് ബറിയലുണ്ടായിരുന്നു 3 പൂർണ്ണമായിട്ടുള്ള മൃതശരീരങ്ങളും 1 ബോഡി പാർട്ടും അടക്കം 4 അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡിയാണ് ഇന്ന് ബറയിലിന് വിധേയമായിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ക്യാമ്പുകളുടെ ആകെ എണ്ണം 14 എണ്ണമാണ്. 14 ക്യാമ്പുകളിലായി 599 കുടുംബങ്ങളിലെ 2 ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും 437 കുട്ടികളും ഉൾപ്പെടെ 1784 പേരാണ് ഇന്നത്തെ കണക്കനുസരിച്ച് ചൂരൽമലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ നമുക്ക് നൽകാനുള്ള കണക്ക്. നമ്മുടെ മിസ്സിംഗ് പേഴ്സൺ 130 എന്ന നിലവാരത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ചിലത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ചിലത് ആ വഴിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക്, അതിൻ്റെ എണ്ണത്തിലുള്ള കുറവുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് രക്തസാമ്പിളുകൾ മഹാഭൂരിപക്ഷവും എടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും 119 രക്തസാമ്പിളുകൾ മിസ്സിംഗ് പേഴ്സൺസിൻ്റെ ബന്ധുക്കളുടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. പലതവണ ബന്ധപ്പെട്ടിട്ടും നേരിട്ട് കണ്ടുമുട്ടാത്ത 11 പേരുടെ 11 മിസ്സിംഗ് കേസുകളിലെ ബന്ധുക്കളാണ് ഇനി ലഭ്യമാകാനുള്ളത്. ഒരുപക്ഷെ എണ്ണം അത്രയേറെ വരണം എന്നില്ല. കാരണം ഒരാൾ തന്നെ 2-3 മിസ്സിംഗ് കേസുകളുടെ അടുത്ത രക്തബന്ധുവായി വരുന്നത് കൊണ്ട് ചെറിയ നമ്പർ ആളുകൾ ഇനി വേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവസാനമായി എല്ലാവരെയും ഒന്നുകൂടി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ നടത്തി നാളത്തോടു കൂടി അത് ലഭ്യമാകുന്നുണ്ട്. DNA ടെസ്റ്റിന് പോയതുപോലെ കിട്ടുന്ന മുറയ്ക്ക് രക്തസാമ്പിളുകളെല്ലാം ലബോറട്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ച് ഫലം ലഭ്യമാകുന്നതിനനുസരിച്ച് വേഗത്തിൽ ആ കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയും. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടി വന്ന അടിയന്തിരമായ പ്രശ്നം ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസത്തിൻ്റെ സംവിധാനങ്ങളെ സംബന്ധിച്ചാണ്. അതിനായി നേരത്തെ തന്നെ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് ലഭ്യമാക്കാൻ LSTAയും PWDയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അയച്ചിരുന്നു. അതനുസരിച്ച് റെഡി ടു ഒക്യുപ്പൈ എന്ന വിധത്തിൽ LSTAയുടെ 41 കെട്ടിടങ്ങളും PWDയുടെ 24 കെട്ടിടങ്ങളും ഉൾപ്പെടെ 65 കെട്ടിടങ്ങൾ ഏത് സമയത്തും താമസിക്കാൻ ഉതകുന്ന വിധത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 34 കെട്ടിടങ്ങൾ 2 വിഭാഗത്തിലുമായി റിപ്പയറിങ്ങിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം എന്ന കണക്കിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജില്ലയിലെ മുഴുവൻ LSTD പ്രസിഡന്റുമാരോടും സെക്രട്ടറിമാരോടും ഇക്കാര്യത്തിൽ അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാടക വീടുകളുടെ കാര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അത് കൂട്ടി നോക്കുമ്പോൾ 286 വാടക വീടുകൾ ഇതിനകം വാടകയ്ക്ക് തയ്യാറാകുന്ന വിധത്തിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു റെൻ്റൽ തീരുമാനം അഥവാ പോളിസി നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തുള്ള 6 പഞ്ചായത്തുകളിലേക്ക് അത് കേന്ദ്രീകരിക്കണം എന്നാണ്. ഒന്നാമത്തെ ധാരണ മേപ്പാടി, മുപ്പൈനാട്, വൈത്തിരി, കൽപ്പറ്റ, മുട്ടിൽ, അമ്പലവയൽ, ഈ വിധത്തിൽ
കുട്ടികളുടെ വിദ്യാഭ്യാസവും ആളുകളുടെ ജോലി സാധ്യതയും എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും വാടക വീടുകൾ എന്ന ധാരണയിലേക്ക് കടക്കുക. വാടക വീടുകളിലെ ധാരണയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വാടക വീടുകളെ ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട്. അത് ക്രമീകരിക്കണം. അവിടെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്ന് നോക്കണം. അവിടെ എന്തെല്ലാം ഉപകരണങ്ങളാണ് ഇനി താമസത്തിന് വിധേയമാക്കുമ്പോൾ അവർക്ക് വേണ്ടി വരിക എന്നത് പരിശോധിക്കണം. നേരത്തെ ഹാരിസൺ മലയാളവുമായി അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കളും മാനേജ്മെൻറ്റും പൂർണ്ണമായി ഇവിടെ വന്ന് മന്ത്രിതല ഉപസമിതിയെയും കളക്ടറെയും നേരിട്ട് കാണുകയുണ്ടായി. അവരുടെ തൊഴിലാളികളായിട്ടുള്ള 102 കുടുംബങ്ങൾക്കുള്ള താമസം അവർ തന്നെ അവരുടെ ക്വാർട്ടേഴ്സുകൾ റിപ്പയർ ചെയ്തുകൊണ്ട് അല്ലാതെയും നൽകാം എന്നവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ ഈ പറയപ്പെടുന്ന പ്രദേശങ്ങൾക്കകത്താണോ, ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളുണ്ടോ, അവിടെ താമസിക്കാൻ സജ്ജമാക്കാൻ കഴിയുന്നതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ, ഈ പറയുന്ന ആളുകൾക്ക് എവിടെയെല്ലാമാണ് അലോട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാൻ, ഇക്കാര്യങ്ങൾ പഠിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറായിരിക്കും അതിന് നേതൃത്വം നൽകുക. പഞ്ചായത്തിൻ്റെ JD അതിൽ അംഗമായിരിക്കും. ഇവിടെ ചുമതലപ്പെട്ടിട്ടുള്ള ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ഇപ്പോൾ ക്യാമ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ ബിജു, PWD ബിൽഡിങ്സിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതിൻ്റെ അതിൻ്റെ കൺവീനറായി തഹസിൽദാർ, ഇങ്ങനെ 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരിക്കും ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഭ്യമാകുന്ന വാടക സ്ഥലങ്ങൾ ഏതൊക്കെ, ആ സ്ഥലങ്ങളിൽ എവിടെയെല്ലാം താമസിക്കാൻ ഉതകും, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇനി പുതിയതായി ചെയ്യണം, ഹാരിസൺ മലയാളം പോലെ തൊഴിലാളികളുടെ ഭാഗമായി പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തനക്ഷമമാണോ, ആരെയൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിൽ അലോട്ട് ചെയ്യാൻ കഴിയും, എവിടെയെല്ലാമാണ് വീടുകൾ തിരഞ്ഞെടുക്കേണ്ടത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ പഠനം ചെറിയ സമയത്തിനുള്ളിൽ അവർ നടത്തി അവരും അവരുടെ ഉദ്യോഗസ്ഥന്മാരും ഈ സ്ഥലങ്ങൾ സന്ദർശിച്ച് മെയിൻ്റനൻസ് നടത്തേണ്ടതുണ്ടെങ്കിൽ നേരത്തെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ച് അതിവേഗത്തിൽ നടക്കുന്നത് പോലെ റിപ്പയർ PWDയും ബന്ധപ്പെട്ട ഏജൻസികളും കൂടി നടത്തി പൂർത്തീകരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവർ നേതൃത്വപരമായ പങ്കുവഹിക്കുക. അതോടൊപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ വളരെ വിശദമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കേണ്ടതുണ്ട്. താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ മന്ത്രിതല ഉപസമിതിയിൽ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ക്യാമ്പുകളിൽ വരലോ ബന്ധുവീടുകളിൽ പോകലോ അല്ല സ്ഥിരമായ പുനരധിവാസത്തിൻ്റെ അടിസ്ഥാന ഘടകം. അത് ആരെല്ലാമാണ് എഫക്റ്റഡ് പാർട്ടി എന്ന് നേരിട്ട് പരിശോധിച്ചായിരിക്കും. അതിൽ ആർക്കും ഒരു സംശയവും ഒരു പ്രയാസവും വേണ്ട. അങ്ങനെ എഫക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ പാർട്ടിയെയും വീണ്ടും അവിടെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള സ്ഥായിയായ സാധ്യതകൾ തന്നെയാണ് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാർ ഒതുക്കുക എന്നുള്ളത് കൊണ്ട് ഒരു കൺഫ്യൂഷനില്ല. പക്ഷെ ഇപ്പോൾ വേണ്ടത് ഇവിടെ എഫക്റ്റഡ് അല്ലാത്ത ചില ആളുകൾ കൂടി താൽക്കാലികമായി മഴയോ പ്രശ്നങ്ങളോ ഉള്ളത് കൊണ്ട് വന്നവരുണ്ട്. പല ക്യാമ്പുകളിൽ നിന്നും അവർ പിരിഞ്ഞു പോകുന്നതും നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ നേരത്തെ 17 ക്യാമ്പുകളായിരുന്നു. അതിൽ തന്നെ നെല്ലിമുണ്ടം അമ്പലം ഹാളിലെ ഒരു ക്യാമ്പ് എഫക്റ്റഡ് പാർട്ടീസ് അല്ല, പക്ഷെ മഴയുള്ളത് കൊണ്ട് അവർക്ക് ക്യാമ്പിൽ വന്ന് താമസിക്കേണ്ടി വന്നു, അവർ പിരിഞ്ഞുപോയി. തൃക്കേപ്പറ്റയിലെ 2 ക്യാമ്പുകളിലെ ആളുകൾ ഇതുപോലെ തന്നെ താൽക്കാലിക വാടക വീടിൻ്റെ പ്രശ്നമില്ല, അവരുടെ സ്ഥലത്ത് വലിയ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ ഘട്ടത്തിൽ വന്ന് താമസിച്ചവരുണ്ട്, അവർ പിരിഞ്ഞുപോയി. പലയിടത്തും അതിഥി തൊഴിലാളികളായ ആളുകളുണ്ടായിരുന്നു, അവരെ അതിനാവശ്യമായ വിധത്തിൽ ഉചിതമായ ധാരണയോടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ബന്ധപ്പെട്ട സ്ഥലത്ത് ജില്ലാ കളക്ടർ തന്നെ വിവരം കൊടുത്തുകൊണ്ട് അതത് സ്ഥലങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ബന്ധുവീടുകളിലേക്ക് പോകാൻ പറ്റുന്നവരാരൊക്കെയുണ്ട്, അവർ ബന്ധുവീടുകളായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. സിംഗിളായ ആളുകൾ ആരൊക്കെയുണ്ട്, അവരൊറ്റയ്ക്ക് വിടാനാകില്ല, അവരെ ഏത് വിധത്തിൽ നമുക്ക് താൽക്കാലികമായ പുനരധിവാസത്തിന് വേണം, ബാക്കി എത്ര പേർ അങ്ങനെ വരും, അത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ളൊരു കണക്ക് റിപ്പോർട്ടും ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന വിധത്തിൽ തയ്യാറാകുന്നുണ്ട്. വാടകയുമായി ബന്ധപ്പെട്ടൊരു പൊതു പോളിസി തയ്യാറാക്കാൻ നേരത്തെ സർക്കാർ തന്നെ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ആ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതുമായിട്ടുള്ള ഉത്തരവ് ഇന്നലെ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള DM ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡറിൽ വളരെ കൃത്യതയോടുകൂടി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും നൽകുന്ന പണത്തെ സംബന്ധിച്ച് 300 രൂപയുടെ ദിവസം തോറുമുള്ള സഹായ വാഗ്ദാനത്തെക്കുറിച്ചെല്ലാം അതിനകത്തുണ്ട്. അത് ഇന്നലെ
പത്രമാധ്യമ സുഹൃത്തുക്കൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ് എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം ഇനി വേണ്ടിവരും എന്ന് കരുതുകയും ചെയ്യുന്നില്ല.